ഗോക്കളെ പരിപാലിക്കാനും പരിചരിക്കാനുമായി തൃശൂർ നിന്നുകുഴിയിലെ നന്ദിഗോറ ഗോശാല ഒരുങ്ങി. ഗോശാലയിൽ കാർഷിക ഉത്സവമായ മാട്ടുപൊങ്കൽ ആഘോഷിച്ചു. 101 കലത്തിൽ പൊങ്കാലയിട്ടായിരുന്നു ആഘോഷം. അയൽ സംസ്ഥാനങ്ങളിലടക്കം സന്യാസിമാർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതമാതാവിന് തുല്യമാണ് ഭാരത സംസ്കാരത്തിൽ ഗോമാതാക്കളും. ഗോമാതാക്കളെ പൂജിക്കുന്നതും പരിചരിക്കുന്നതും ഭാരത സംസ്കാരത്തിൽ പ്രധാനവുമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് തൃശൂർ നിന്നുകുഴിയിൽ നന്ദിഗോറ ഗോശാല ആരംഭിച്ചത്. ഗോശാലയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കൂടിയായിരുന്നു ഇന്ന്. കേരളത്തിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ മൂല്യവത്തായ ഈടുവെപ്പുകൾ പലതും അശ്രദ്ധമായി കടന്നിരുന്നു. അതിലൊന്നായിരുന്നു ഗോമാതാവിനോടുള്ള ഭക്തി. ഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ കാലമായി, വിശേഷിച്ച് ഗോഗ്രാമ യാത്ര കഴിഞ്ഞ ഒരു 10-12 കൊല്ലം മുൻപേ ഭാരതത്തിൽ നടത്തിയതിന് ശേഷം ഭാരതീയ ജനുസുക്കളായ ഗോക്കളോടുള്ള ഭക്തിയും ശ്രദ്ധയും വർദ്ധിച്ചിരിക്കുകയാണ്. അത്തരമൊരു ശ്രദ്ധാപൂർവമുള്ള ഭക്തിപൂർവമായ ഒരു ആരാധനാ സങ്കേതമാണ് ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഗോമാതാവിനെയും അതുപോലെ കൃഷ്ണഭഗവാനെയും രാധാദേവിയെയും ആരാധിക്കുന്ന ഒരു മഹനീയ മന്ദിരം, ക്ഷേത്രം തന്നെയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 2017 ഒരു പശുവുമായി ആരംഭിച്ചതാണ് ഗോശാല. ഇപ്പോൾ 152 ഗോക്കളുണ്ട്. ഇവയുടെ സംരക്ഷണം തന്നെയാണ് പ്രധാനം. ഇതോടൊപ്പം നന്ദിഗോറ ഗോശാലയിൽ രാധാകൃഷ്ണ പ്രതിമയുമുണ്ട്. വടക്കുംനാഥ ക്ഷേത്രം തന്ത്രി പുളിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് രാധാകൃഷ്ണ പ്രതിമ പ്രതിഷ്ഠിച്ചു. ഡൽഹിയിൽ നിന്നുള്ള ഹിന്ദു കേസരി ശ്രീനിവാസൻ തമ്പുരാൻ മുഖ്യാതിഥിയായിരുന്നു. ഈ കാട് പിടിച്ചു കിടന്ന പ്രദേശത്ത് ഇന്ന് കൃഷ്ണനാമം വളരെ ഉയരങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയുണ്ടായി. ഇതെല്ലാ സനാതനധർമ്മവിശ്വാസികൾക്കും ഒരു ആത്മീയ ധൈര്യമുളവാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ഗോശാലയ്ക്ക് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവിടെ വന്നു കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ഗുണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സന്തോഷവും സമാധാനവും നമുക്ക് തരും ഈ ഗോശാലയിൽ വന്നു കഴിഞ്ഞാൽ. അതിമനോഹരമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയും. ഈ പ്രദേശം തന്നെ ശാന്തിയും സമാധാനവും ഏകുന്ന ഒരു പ്രദേശം. കൃഷ്ണനാമം കൊണ്ട് പ്രജ്വലിതമായ ഈ പ്രദേശം എല്ലാവരും ഇവിടെ എത്തി ഈ ഗോശാലയെ ഉന്നതിയിലേക്ക് നയിക്കണമെന്ന് എല്ലാവരോടും ഞാൻ വിനീതമായിട്ട് ആഗ്രഹിക്കുന്നു. ഗോശാലയിൽ ഗോപൂജ, മഹാഗോപൂജ തുടങ്ങിയ ആരാധനാ കർമ്മങ്ങൾ നടക്കാറുണ്ട്. 17 പേർ അംഗങ്ങളായ ട്രസ്റ്റിന്റെ കീഴിലാണ് പ്രവർത്തനം. പശു പരിപാലനത്തിലൂടെ ഗോശാലയെ ഹോളിസ്റ്റിക് വില്ലേജാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഇതൊരു ട്രസ്റ്റിന്റെ കീഴിലാണ് നന്ദിഗൗര ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ശിവരാമൻജി, പ്രിയ, ഞങ്ങളൊരു 10-17 പേരുടെ ഒരു ഗ്രൂപ്പുണ്ട്. 5 പേരാണ് മെയിനായിട്ടുള്ള ട്രസ്റ്റീസ്. ബാക്കി എല്ലാവരും അതിനെ കൂടെ സപ്പോർട്ടീവായിട്ട് ഒരു ടീമായിട്ട് നമ്മളിത് മുന്നോട്ട് പോകുന്നു. ഒരു ഹോളിസ്റ്റിക് വില്ലേജ് എന്നുള്ള ഒരു ജൈവ കൃഷിയും പശുവിനെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗൗഗ്രാം എന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളുടെ സങ്കല്പം. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ വന്ന് വൈകുന്നേരം വരെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ, കാരണം ഗോക്കളുടെ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അതൊരു നമുക്കെന്തോ ഉപമിക്കാൻ പറ്റില്ല എന്ന് പറയാം. അത്രയധികം നമ്മൾക്ക് നല്ലതാണ്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മളുടെ വരും തലമുറ ഇതറിയണം. ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതും നമുക്കിങ്ങനെ ഒരു പൈതൃകമുള്ളതും നമ്മളുടെ ഈ ഗോക്കൾ, ഇവിടെയുള്ള ഗോക്കൾക്കൊന്നും മൂക്കയറില്ല. അത്രയും ഫ്രീ ആയിട്ട് ഇവർ നടക്കണം, സ്വതന്ത്രമായി നടക്കണം ഒരു സെറ്റപ്പ്. പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഗോശാല കാണാനും പരിപാലിക്കാനുമായി ആർക്കും ഇവിടെ എത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പശുക്കളെ മാതാവായി കാണുന്നതാണ് ഭാരത സംസ്കാരം. ഗോക്കളെ പൂജിക്കുക എന്നാൽ അത് പുണ്യവുമാണ്. ആ പുണ്യം നുകർന്നാണ് ഗോശാലയിലെ ഓരോ ഭക്തരും മടങ്ങിയത്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം ശിവദാസ് കൽമനം, ജനം.